പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ള മാത്യു അച്ഛ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ലാറ്റിൻ ആരാധനക്രമമനുസരിച്ച് ഇന്ന് ആണ്ടുവട്ടത്തിലെ 6ാമത്തെ ഞായറാഴ്ചയാണ്. നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. എപ്പോഴും കർത്താവിൻ്റെ ശക്തി അവന് ലഭിച്ചുകൊണ്ടിരിക്കും, അവന് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ പരിശുദ്ധ ബലിയർപ്പണം യഥാർത്ഥത്തിൽ ദൈവാശ്രയത്വത്തിൻ്റെ ഭാഗമാണ്. നമ്മളിങ്ങനെ കർത്താവിന് മുമ്പിൽ വന്ന് നിൽക്കുന്നത്, കർത്താവേ എനിക്ക് നിന്നെ വേണം കർത്താവേ എന്ന് പറയുന്നതിന് തുല്യ. പള്ളിയിലൊന്നും പോകാത്ത, ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ആൾ പറയാതെ പറയുന്നുണ്ട് എനിക്ക് ദൈവത്തെ വേണ്ട എന്ന് പറയുന്നതിന് തുല്യ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് ദൈവത്തെ വേണം കർത്താവെ, നീയല്ലാതെ എനിക്ക് ആരുമില്ല കർത്താവെ, നീ മാത്രമേ എന്നെ രക്ഷിക്കാനുള്ളൂ എന്ന് നമ്മൾ പറയുകയാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ ഈ ദൈവാശ്രയം ഒന്നുകൂടി വർദ്ധിക്കട്ടെ ഈ പരിശുദ്ധ ബലിയർപ്പണം വഴി. അതുവഴി ധാരാളം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഈ ബലിയർപ്പണം കാരണമാകട്ടെ. ഈ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ
കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലിന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവ്വശക്തനാം ദൈവമേ, നാദമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജായേസുവേ, കർത്താവം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനികണ്ടാവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനികണ്ടാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവം യേശുവേ. അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങ് തനേകനും നാഥനും, അങ്ങ് മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സംശുദ്ധതയും ആത്മാർത്ഥതയും നിറഞ്ഞ ഹൃദയങ്ങളിൽ വസിക്കുമെന്നങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങ് വസിക്കാൻ തിരുമനസ്സാകുന്ന ഇപ്രകാരമുള്ളവരെ പോലെയാകാൻ അങ്ങ് കൃപയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
ഒന്നാം വായന. കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡകളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിര് പോലെയാണ്. അവർ കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും, സഹോദരെ, ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് ഉത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നതെങ്ങനെ? മരിച്ചവർ ഉയർത്തപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർത്തിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരല്ല ആണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവരാണ്. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. Hallelujah, 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 hallelujah. നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6 വാക്യങ്ങൾ 17 മുതൽ. അക്കാലത്ത് യേശു അപ്പസ്തോലന്മാരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്ന് നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി. അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുൾ ചെയ്തു, ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ
തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ച് കരയും. മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാർ വ്യാജപ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിനെ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിന് ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ആരാണ് ഫലം നൽകുന്നത്? നമ്മളിപ്പോൾ മക്കളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കാലമാണല്ലോ. ഗുഡ് റിസൾട്ട്, അതാണ് എല്ലാവരുടെയും ആഗ്രഹം. നല്ല റിസൾട്ട് ഉണ്ടാകണം. അപ്പോൾ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ വചനം പറയുന്നൊരു കാര്യമാണ് കർത്താവിനെ ആശ്രയിക്കുക. കർത്താവിനെ ആശ്രയിക്കുന്നവൻ അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ് കർത്താവിനെ ആശ്രയിക്കുന്നവൻ. ആ വൃക്ഷം എന്നും ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ സങ്കീർത്തനത്തിലെ സങ്കീർത്തനം 1-ാം സങ്കീർത്തനം 3-ാം വാക്യം, നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവനെ ആണ് കർത്താവ് അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുക, ഫലം കൊണ്ട് നിറയ്ക്കുക. അപ്പോൾ ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇതുപോലൊരു കാര്യം, മുന്തിരി ചെടിയും ശാഖകളും നിങ്ങൾക്കറിയാവുന്നൊരു പ്രതീകമാണത്. അത് 15-ാമത്തെ അധ്യായം യോഹന്നാൻ 15:5 ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. നമുക്കെന്താ വേണ്ടത്? ഗുഡ് റിസൾട്ട്, നല്ല റിസൾട്ട് വേണം. അപ്പോൾ ഈ ആറ്റുതീരത്ത് നട്ട വൃക്ഷം എന്ന് പറയുമ്പോൾ അത് ഒരു ചേർച്ചയുണ്ട്. അവിടെ വെള്ളത്തോട് ചേർന്ന് നിൽക്കുന്ന, വളരാൻ ഉള്ള സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ നമ്മളെ വളർത്തുന്നത് ആരാ? ദൈവമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നമ്മൾ സങ്കീർത്തനം 91 വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ലേ, എല്ലാവർക്കും കാണാതെ അറിയാവുന്ന സങ്കീർത്തനമാണ്. അതിൻ്റെ 14-ാമത്തെ വചനം നിങ്ങൾക്കറിയാവോ? 14-ാമത്തെ വചനം അതിപ്രകാരമാണ്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ. ഒട്ടി നിൽക്കുക എന്ന് വെച്ചാൽ എന്താ? ചേർന്ന് നിൽക്കുക. ഒട്ടി നിൽക്കുന്നത്, ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അപ്പോൾ ചേർന്ന് നിൽക്കുക, ഒട്ടി നിൽക്കുക. അതാണ് ഈ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ കർത്താവിനെ ആശ്രയിക്കുന്നവൻ അവൻ എപ്പോഴും ചേർന്ന് നിൽക്കുകയാണ്. അല്ലാതെ ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, എന്നും അവൻ ചേർന്ന് അങ്ങനെ നിൽക്കുക. ഇല്ലേ, ആറ്റുതീരത്ത് നട്ട വൃക്ഷം അതിനിഷ്ടമുള്ളപ്പോഴല്ലല്ലോ ആറ്റുതീരത്ത് വന്ന് നിൽക്കുന്നത്. അതെന്നും ആറ്റുതീരത്ത് അങ്ങനെ നിൽക്കുകയാണ്. എനിക്കിഷ്ടമുള്ളപ്പോൾ മാത്രം ദൈവത്തെ വിളിക്കുന്നതല്ല. അപ്പോൾ ചേർന്ന് നിൽക്കുക, എപ്പോഴും ചേർന്ന് നിൽക്കുക. അതാണ്. അപ്പോൾ സങ്കീർത്തനം 73:25 ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവ്, ഞാൻ അങ്ങനെ അഭയം പ്രാപിച്ചിരിക്കുന്നു, അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും, അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. യാക്കോബിൻ്റെ ലേഖനം 4-8 വാക്യം, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഈ ചേർന്ന് നിൽക്കുമ്പോൾ വരുന്നൊരു റിസൾട്ടാണ് ഈശോയെക്കുറിച്ച് പറയും. ഈശോയെ പ്രഘോഷിക്കും, ദൈവത്തെ പ്രഘോഷിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവനാണ് ദൈവത്തെക്കുറിച്ച് പറയും. ഒരു അപ്പനോടും അമ്മയോടും നല്ല ചങ്കോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ എപ്പോഴും അപ്പനെയും അമ്മയെക്കുറിച്ച് പറയും, ആളുകളോട് പറയും, എൻ്റെ അപ്പനും അമ്മയും നല്ലതാണ്, അവരാണ് എന്നെ വളർത്തുന്നത്, നല്ല കാര്യങ്ങൾ പറയും. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ കുറിച്ച് വീട്ടിൽ വന്ന് വിശേഷം പറയും. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് പറയും.
അതാണ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 31:14 കർത്താവെ ഞാനങ്ങിൽ ആശ്രയിക്കുന്നു, കർത്താവെ ഞാനങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ആശ്രയിക്കുന്നവൻ്റെ ഒരു പ്രത്യേകതയാണ് ദൈവമെന്ന് പ്രഖ്യാപിക്കും, ദൈവമെന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് അനുഗ്രഹം കിട്ടണം എന്ന് വിചാരമുണ്ടെങ്കിൽ, അനുഗ്രഹം കിട്ടണമെന്ന് വിചാരമുണ്ടെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ പ്രഘോഷിക്കുക എന്നാണ് അർത്ഥം. ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരെയും പറ്റിക്കാൻ പറ്റില്ല, ദൈവത്തെയും പറ്റിക്കാൻ പറ്റില്ല, മാതാപിതാക്കളെയും പറ്റിക്കാൻ പറ്റില്ല. ഞാൻ നല്ലതായിട്ട് കർത്താവിനെ ആശ്രയിക്കുന്നയാളാണ് എന്ന് നമുക്കത് കാണണ്ടേ, ജീവിതം കൊണ്ട് കാണണ്ടേ, ജീവിതം കൊണ്ട് പ്രഘോഷിക്കണ്ടേ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ എങ്ങനെയാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കുക, എങ്ങനെയാണ് കർത്താവിൽ ആശ്രയിക്കുക? ഞാൻ പറയും, എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ള സന്ദേശം ഇതാണ്: കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കുക. അത് ഒരു ശാഖയോട്, മുന്തിരിവള്ളിയോട് ശാഖ ചേർന്ന് നിൽക്കുന്നത് പോലെ, ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ ഇഷ്ടമുള്ളപ്പോഴൊക്കെ ചെയ്യുന്ന ഒരു കാര്യമല്ല, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ കൂടെ കൂടെ സ്വീകരിക്കുന്ന കൂദാശകളായിട്ടത് മാറിയിരിക്കുന്നത്. ഇനി ഈ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ദൈവത്തെ പ്രഘോഷിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത്. ഈശോ മരിച്ചങ്ങനെ കുരിശിൽ നിൽക്കുകയാണ്. കുരിശിൽ നിൽക്കുന്ന ഈശോയുടെ രക്ഷയിൽ നമ്മൾ എങ്ങനെയാണ് പങ്കുപറ്റുന്നത്? നമ്മളത് കണ്ടതുകൊണ്ടായില്ല, അതിൻ്റെ ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മൾ വളരെ ഡയറക്റ്റായിട്ട് പങ്കുപറ്റണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മധുര പലഹാരങ്ങൾ വെച്ചിരിക്കുകയാണെന്ന് കരുതുക. അത് നമ്മൾ പോയി എടുത്താൽ മാത്രമേ നമ്മുടെ സ്വന്തമാകുകയുള്ളൂ, അതല്ലെങ്കിൽ അത് അവിടെ എവിടെയോ ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഈശോ കുരിശിൽ മരിച്ചങ്ങനെ കുരിശിൽ നിൽക്കുകയാണ്. നമ്മുടെ സ്വന്തമാക്കണം, അല്ലെങ്കിൽ അത് എവിടെയോ നിൽക്കുന്നൊരു സംഭവം മാത്രമായിട്ട് അവശേഷിക്കും, നമുക്കതിൻ്റെ ഫലമൊന്നും അനുഭവിക്കാൻ പറ്റുകയില്ല. അപ്പോൾ കുമ്പസാരിക്കുമ്പോഴാണ് നമുക്ക് പാപമോചനം കിട്ടുന്നതും ഈശോയുടെ ആ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ നമുക്ക് പ്രസാദവരം കിട്ടുന്നത്. നമുക്ക് പ്രസാദവരം തരാൻ വേണ്ടി ദൈവപിതാവ് ചെയ്ത കാര്യം എന്ന് ഓർത്ത് വയ്ക്കുക. നമ്മളെ പാപമോചനം തരാനും പ്രസാദവരം തരാനും ദൈവപിതാവ് ഈശോയെ മരിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കത് തരുന്നു. അപ്പോൾ നമ്മൾ മരിക്കാൻ വിട്ടുകൊടുത്ത് ഇത്രയും വലിയ കാര്യം ദൈവം ചെയ്യുമ്പോൾ നമുക്കത് ആ രക്ഷ സ്വന്തമാകണമെങ്കിൽ നമ്മൾ കുമ്പസാരിക്കണം. പക്ഷെ കുമ്പസാരിച്ചിട്ട് നമ്മുടെ യോഗ്യത കൊണ്ടല്ല നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നത്, അത് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയല്ല. അത് തരുന്നത്, പ്രസാദവരം തരുന്നത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവത്തിന് ഒരാൾ, ഈശോ എന്ന ഒരു വ്യക്തിയുടെ നമുക്ക് വേണ്ടിയിട്ടുള്ള പാപപരിഹാര ബലി, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എങ്കിൽ ദൈവപിതാവിന് പ്രസാദവരം തരാൻ പറ്റുകയില്ല. അപ്പോൾ ഈശോ മരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് ഈ പ്രസാദവരം കിട്ടുന്നത്. അപ്പോൾ ഇത്രയും വിലയുള്ളൊരു സംഭവം നമുക്ക് വേണ്ടി ദൈവപിതാവ് ഒരുക്കി വെച്ചിട്ട് നമുക്ക് കുമ്പസാരം വേണ്ട, മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഈ രക്ഷാകര പ്രവൃത്തിയെ, ഈശോയുടെ കുരിശുമരണത്തെ നമ്മൾ വില കുറച്ച് കാണിക്കുന്ന പോലെയല്ലേ, എനിക്കത് വേണ്ട. അപ്പോൾ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ പറയുന്നൊരു കാര്യമാണ്, ഈശോയെ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയാണ് ഈ പാപമോചനവും പ്രസാദവരവും. അപ്പോൾ നമ്മൾ ഈശോയെ ഏറ്റുപറയുന്നില്ലേ? കുമ്പസാരിക്കുന്നയാൾ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ വിലയെ ഏറ്റുപറയുകയാണ്. കുമ്പസാരിക്കുന്നയാൾ ഈശോയുടെ കുരിശുമരണം വഴി നമുക്ക് ദൈവപിതാവ് നൽകുന്ന പ്രസാദവരം, അത് ദൈവീകമായൊരു നന്മയാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. പ്രസാദവരത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നറിയാവോ? നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈശോ മിശിഹായുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന പ്രകൃതിക്കതീതമായ ഒരു ദൈവിക നന്മയാണ് പ്രസാദവരം. അപ്പം നമുക്കത് വേണ്ടേ? നമ്മളത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-12 വർഷം കുമ്പസാരിക്കാൻ നടന്നു കഴിഞ്ഞാൽ 12 വർഷം പ്രസാദവരം കിട്ടിയില്ല. അപ്പം ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ എങ്ങനെയാകും? കർത്താവിനെ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. കർത്താവിനെ ആശ്രയിക്കുന്നവൻ കർത്താവിനെ പ്രഘോഷിക്കും. അപ്പോൾ കുമ്പസാരിക്കുമ്പോൾ ഈശോയുടെ കുരിശുമരണത്തെ പ്രഘോഷിക്കുകയാണ്. എത്ര സുന്ദരമായൊരു കാര്യമാണ്! കർത്താവിനെ പ്രഘോഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ എളുപ്പവുമായിട്ടുള്ളൊരു വഴിയാണ് കുമ്പസാരം. ഇനി കുർബാന സ്വീകരിക്കുമ്പോൾ
1 Korinthos 11:26 ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവിടുത്തെ പ്രത്യാഗമനം വരെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, പ്രഘോഷിക്കുകയാണ്. അതായത് ലാറ്റിൻ ക്രമത്തിൽ ഈശോയുടെ തിരുശരീരം എന്ന് പറഞ്ഞ പുരോഹിതൻ പരിശുദ്ധ കുർബാന നീട്ടുമ്പോൾ വിശ്വാസി അത് ആമേൻ എന്ന് പറഞ്ഞത് സ്വീകരിക്കുമ്പോൾ, എനിക്ക് വേണ്ടി മരിച്ച ഈശോ പരിശുദ്ധ കുർബാനയിൽ ഇതാ ജീവിക്കുന്നു, എനിക്ക് വേണ്ടി എന്നിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോ ഇതാ എൻ്റെ മുന്നിൽ എന്ന് നമ്മളത് സമ്മതിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ആമേൻ പറച്ചിലൂടെ. അപ്പം അതൊരു പ്രഘോഷണമല്ലേ, കർത്താവിനെ ഏറ്റുപറച്ചിലല്ലേ? പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കർത്താവിനെ ഏറ്റുപറയുന്നല്ലേ? അപ്പം പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ നടന്നാലോ, കുമ്പസാരിക്കാതെയും പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ നടന്നാൽ ഈശോയെ നമ്മൾ ഏറ്റുപറയുന്നുണ്ടോ? അപ്പോൾ കർത്താവിനെ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്, അതൊരിക്കലും വാടുകയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഫലം നൽകണമെങ്കിൽ കർത്താവിനെ നമ്മൾ ഏറ്റുപറയണം. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇന്ന് ഈ ഒരു സന്ദേശം നമുക്ക് സ്വീകരിക്കാം. കർത്താവിനെ നമുക്ക് ഏറ്റുപറയണം. ദൈവമായ കർത്താവാണ്, യേശുവാണ്, ദൈവപിതാവ് നമുക്ക് വിട്ടുതന്ന പുത്രനായ ഈശോയുടെ കുരിശുമരണമാണ് നമ്മൾ ഇതുവഴി പ്രഖ്യാപിക്കുന്നത് എന്ന ബോധ്യം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. ഇതിങ്ങനെ പാടിയത് കൊണ്ടായില്ല പ്രിയ മക്കളെ. പരിശുദ്ധ കുംഭസാരം നടത്തുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രിയ ദൈവ പൈതലേ നീ നിൻ്റെ കർത്താവിനെ ഏറ്റുപറയുന്നത്, കർത്താവിൻ്റെ മരണത്തെ നീ ഏറ്റുപറയുന്നത്. ഈ ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് ഊട്ടി ഉറപ്പിക്കട്ടെ. നല്ല സുന്ദരമായൊരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രൻ, എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് ഫലമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായി ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ നിന്ന് ബലിയർപ്പിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. സ്നേഹമായി സാദരം സ്വീകരിച്ചാലു ഇളയാൽ ഇന്നുടെ ഈ കാഴ്ചകൾ സ്നേഹമായി സാദരം സ്വീകരിച്ചാലു ഇളയാൽ ഇന്നുടെ ഈ പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യണമേ. അങ്ങ് തിരുമനസ്സ് നിറവേറ്റുന്നവർക്ക് അത് നിത്യമായ പ്രതിഫലത്തിന് നിദാനമായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവ് ദൈവം
പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മതിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് അങ്ങേ മരണമേങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പുകളെ നിങ്ങൾ വിളിച്ചുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, ഞങ്ങളെ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, ഞങ്ങളെ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന്
ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.